ആപ്കി അദാലത്തിൽ വീരേന്ദ്ര സേവാങ്ങിന് മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എല്ലാവരോടും വഴക്കുണ്ടാക്കുന്നു എന്നുള്ളതാണ്. സേവാങ്, താങ്കൾ കരുതിയിരിക്കുന്നത് താങ്കളെ ഡ്രോപ്പ് ചെയ്യാൻ കാരണം താങ്കളുടെ പെർഫോമൻസ് ശരിയല്ലാത്തതുകൊണ്ടാണെന്ന്. സെലക്ടേഴ്സ് അങ്ങനെ കരുതിയെന്ന്. പക്ഷേ സൗരവ് ഗാംഗുലി അങ്ങനെയല്ല കരുതിയത്. പക്ഷേ സൗരവ് ഗാംഗുലിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ധോണിയാണ് സേവാങ്ങിനെ പുറത്താക്കിയതെന്ന്. സർ, എനിക്ക് തോന്നുന്നില്ല ധോണി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്ന്. അതൊരിക്കലും സത്യമാവില്ല. കാരണം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. ഞങ്ങളുടെ സീനിയർ പ്ലേയേഴ്സിനെ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യും. സീനിയർ പ്ലേയേഴ്സിന്റെ ഇമ്പോർട്ടൻസും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പുതുതായിട്ട് ക്യാപ്റ്റൻ ആയപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ സീനിയർ പ്ലേയേഴ്സ് കളിച്ചിരുന്നു. അദ്ദേഹം ഗൈഡൻസ് കൊടുത്തു. ഓരോരുത്തരും എങ്ങനെ കളിക്കണമെന്ന സജഷൻസ് അദ്ദേഹം കൊടുത്തു. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് വൺ ഡേ ടെസ്റ്റ് മാച്ചുകളൊക്കെ ജയിച്ചു. സോ ഇത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മീഡിയയുടെ ഒരു സ്പെക്കുലേഷൻ മാത്രമാണ്. സേവാഗിനും ധോണിക്കും ഇടയിൽ ഫൈറ്റ് ഉണ്ട് എന്ന്, അവർക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല എന്നതൊക്കെ. ഞങ്ങൾ പരസ്പരം മിണ്ടുന്നില്ല, കാണുന്നില്ല, ഇതൊക്കെ തെറ്റാണ്. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ ഒരേ ഹോട്ടലിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ രണ്ടുപേർക്കിടയിൽ ഫൈറ്റ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ഡ്രോപ്പ് ആയേനെ. അതായത് എനിക്ക് ധോണിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നോട് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലൊക്കെ. അതുകൊണ്ട് ഈ സൗരവ് ഗാംഗുലി ന്യൂസ് ഏജൻസിയോട് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഇത് മീഡിയയുടെ തെറ്റൊന്നുമല്ല. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വായിക്കാം. ഒരുപക്ഷെ ക്യാപ്റ്റൻ ഒരു പ്ലെയറിനെ ടീമിൽ വെക്കാൻ ആഗ്രഹിച്ചാൽ സെലക്ടർ ക്യാപ്റ്റനെതിരായിട്ട് ആ പ്ലെയറിനെ ടീമിൽ വെക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ ആ ക്യാപ്റ്റൻ ഏതെങ്കിലും പ്ലെയറെ ഡ്രോപ്പ് ചെയ്യാൻ ആഗ്രഹിച്ച അപ്പോൾ സെലക്ടേഴ്സ് അദ്ദേഹത്തിനെ തടയില്ല. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊന്നും പറഞ്ഞു, അതായത് ധോണിയുടെ ഫോം അത്ര ശരിയല്ല. അങ്ങനെ ഉണ്ടായിട്ടും അദ്ദേഹത്തിനൊരു ചാൻസ് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് സേവാങ്ങിനൊരു ചാൻസ് കൊടുത്തുകൂടാന്ന് ചോദിക്കുന്നു. നോക്കൂ, ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രൈറ്റീരിയ ഉണ്ടാവേണ്ടതുണ്ട്. ഒരു പ്ലെയർ 4 ടെസ്റ്റ് മാച്ചുകൾക്ക് ശേഷം ഡ്രോപ്പ് ആയാൽ അത് ആര് വേണമെങ്കിലും ഡ്രോപ്പ് ആവാം. ക്യാപ്റ്റൻ ആവാം, ജൂനിയർ പ്ലെയർ ആവാം, സീനിയർ പ്ലെയർ ആവാം. ഇത് സെലക്ടർമാരാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ക്യാപ്റ്റൻ പറഞ്ഞിരിക്കുകയാണ് ധോണി പറഞ്ഞതുകൊണ്ടാണ് ഡ്രോപ്പ് ചെയ്തതെന്ന്. താങ്കളെ അത് സെലക്ടറിന്റെ കോളാണ്. അതിൽ ക്യാപ്റ്റൻ ഒന്നും തന്നെ ചെയ്യാനില്ല. എനിക്കിപ്പോഴും അതിൽ എതിരഭിപ്രായം ഇല്ല. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, സൗരവ് ഗാംഗുലിയും ഒരു കാലത്ത് ക്യാപ്റ്റൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ആരെങ്കിലും ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ സെലക്ടറോട് പറയും, ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഡ്രോപ്പ് ചെയ്യും. ഇനി ആരെങ്കിലും പിക്ക് ചെയ്യണമെന്നാണെങ്കിലും അത് അവർ സെലക്ടറോട് പറയും. അങ്ങനെ അവരെ പിക്ക് ചെയ്യപ്പെടും. പക്ഷെ അതിനുശേഷം സിനാരിയോ മാറി. അതിനുശേഷം 2 ക്യാപ്റ്റന്മാർ വന്നു. ഒന്ന് രാഹുൽ ദ്രാവിഡ്, പിന്നൊന്ന് അനിൽ കുംബ്ലെ. ചിലപ്പോൾ അവർ ആ ട്രെൻഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ആരാണോ നന്നായിട്ട് കളിക്കുന്നത് അവർ മാത്രമേ സെലക്ട് ചെയ്യപ്പെടുകയുള്ളൂ. പെർഫോം ചെയ്യാത്തവരെ ഒരിക്കലും സെലക്ട് ചെയ്യില്ല. ഗ്രേറ്റ് ചാപ്പൽ അദ്ദേഹം ഒരു കോൾ എഴുതിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ധോണിയെ ക്യാപ്റ്റൻ ആക്കിയതിന് ശേഷമാണ് ധോണിക്കും സേവാങ്ങിനും നടുക്ക് പ്രശ്നങ്ങളുണ്ടായെന്ന്. കാരണം സേവാങ് ക്യാപ്റ്റൻ ആകാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തെ വിട്ടിട്ട് ധോണിയെ ക്യാപ്റ്റൻ ആക്കിയതുകൊണ്ട് പ്രശ്നങ്ങൾ തുടങ്ങി. സർ, ധോണി എനിക്ക് പകരം ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയും, അതായത് ശരിക്കും അങ്ങനെ വല്ല ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നോ എന്ന്. അദ്ദേഹം ഫസ്റ്റ് ടൈം ക്യാപ്റ്റൻ ആയപ്പോൾ 2007 T20 വേൾഡ് കപ്പ് ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു. എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ഐഡിയാസ്, ഇതൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അത് അനുസരിക്കുന്നതും ഇല്ലാത്തതും അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. പിന്നെ എനിക്ക് ക്യാപ്റ്റൻ ആവണം എന്ന് നിങ്ങൾ പറഞ്ഞ കാര്യമൊന്നും ഒരിക്കലും സത്യമല്ല. എനിക്കങ്ങനെ ആഗ്രഹമില്ലായിരുന്നു. പിന്നെ MS ധോണി ക്യാപ്റ്റനായി. ഞാൻ അദ്ദേഹത്തിന്റെ കീഴിൽ T20 കളിച്ചു, T20 വേൾഡ് കപ്പ് ജയിച്ചു. അതിനുശേഷവും ഞങ്ങൾ വീണ്ടും വൺ ഡേ പിന്നെ ടെസ്റ്റ് മാച്ചിനൊക്കെ സെലക്റ്റായി. ഞാൻ സെലക്ടർമാരോട് പറഞ്ഞിരുന്നു, ശ്രീകാന്ത് സർ, നിങ്ങൾക്ക് വേണേൽ അദ്ദേഹത്തോട് ചോദിക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് ക്യാപ്റ്റൻ ആവാൻ യാതൊരു താല്പര്യവുമില്ല എന്ന്. എനിക്ക് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആവാൻ പോലും താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ വൈസ് ക്യാപ്റ്റൻ ആണെങ്കിലും അല്ലെങ്കിലും എൻ്റെ നല്ല സജഷൻസ് ഞാൻ ക്യാപ്റ്റൻ എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. വൈസ് ക്യാപ്റ്റൻ ആരാണെങ്കിലും ശരി. കാരണം എൻ്റെ കടമ ടീമിന് വേണ്ടി മൈൻഡിൽ എന്തൊക്കെ സജഷൻസ് വരുന്നോ അതൊക്കെ ക്യാപ്റ്റനോട് പറയുക എന്നതാണ്. അദ്ദേഹം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന്റെ ഇഷ്ടം. ഇതിന് സാക്ഷിയായിട്ട് ശ്രീകാന്ത് സാറും പിന്നെ MS ധോണി സാറും ഉണ്ട്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മീറ്റിങ്ങിന് പോവുകയാണെങ്കിൽ പ്ലീസ് വേറെ ആരെങ്കിലും വൈസ് ക്യാപ്റ്റൻ ആക്കൂ. എനിക്ക് വൈസ് ക്യാപ്റ്റൻ ആവാൻ ഒരു താല്പര്യവും ഇല്ല എന്ന്. ഈ കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ധോണി സാറിനോട് ചോദിക്കാവുന്നതാണ്. കാരണം എനിക്ക് അന്ന് ക്യാപ്റ്റൻ ആവാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. ഉറപ്പായിട്ടും ചോദിക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ പറയാം. ശരി, ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ ചോദിക്കാം. ഓക്കെ. താങ്കൾക്കും ധോണിക്കും തമ്മിൽ ഒരു പ്രശ്നമില്ലെന്ന് പറയുന്നു. 6 ജൂലൈ 2012 വേൾഡ് കപ്പ് ജയിച്ചതിന് ശേഷം ഒരു പ്രസ് കോൺഫറൻസ് നടക്കുന്നു. അതിൽ താങ്കൾ പറയുന്നു, ധോണി ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ ജയിച്ചത്, ടീം സ്ട്രോങ് അതുകൊണ്ട് ജയിച്ചതാണെന്ന്. ഞാൻ പറഞ്ഞാൽ എന്ത് തെറ്റാണുള്ളത്? നിങ്ങൾ ഇവിടെ എത്ര ഓഡിയൻസ് ഉണ്ടോ അവരോടൊക്കെ ചോദിച്ചു നോക്കൂ. അതായത് 2011 വേൾഡ് കപ്പ് ഞങ്ങളുടെ ക്യാപ്റ്റൻ കാരണം മാത്രമാണോ ജയിച്ചത്, അതല്ല ഞങ്ങളുടെ അന്നത്തെ ആ നല്ല ടീം കാരണമാണോ ജയിച്ചത് എന്ന്. സാർ, എൻ്റെ സ്റ്റേറ്റ്മെന്റ് തെറ്റൊന്നുമില്ല. പക്ഷേ അത് തെറ്റായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കരുണ കാണിക്കുകയാണെന്നല്ലേ?
അല്ല സർ, ഞാൻ കരുണ കാണിക്കുകയല്ല. ഞാൻ പറഞ്ഞത് ക്രെഡിറ്റ് മുഴുവൻ ക്യാപ്റ്റന് കൊടുക്കാൻ പാടില്ല, ടീമിന് കൊടുക്കണം എന്നാണ്. നോ ഡൗട്ട്, റെക്കോർഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ധോണി ബെസ്റ്റ് ക്യാപ്റ്റനാണ്. അദ്ദേഹം എല്ലാ കാര്യത്തിലും സൗരവ് ഗാംഗുലിയെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് വിന്നായാലും, വൺ ഡേ വിന്നായാലും, T20 വിന്നായാലും, വേൾഡ് കപ്പ് വിന്നായാലും 2 വേൾഡ് കപ്പുകൾ ജയിച്ചിട്ടുണ്ട്. ഒരു T20യും പിന്നെ ഒരു 50 ഓവറും. അത് ആർക്കും തന്നെ ഇവിടെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഒരാൾക്ക് മാത്രം അതിന്റെ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റില്ല. അതൊരു നല്ല കാര്യമല്ല. ബാക്കിയുള്ള 10 പേരും ആ ടീമിൽ കളിച്ചവരാണ്. അവർക്ക് കൂടി അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടതാണ്. പിന്നെ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. നോക്കൂ, ഞാൻ ആദ്യത്തെ മാച്ചിൽ 175 റൺസ് എടുത്തു. MS ധോണി ലാസ്റ്റ് മാച്ചിൽ 95 റൺസ് എടുത്തു. അതിൻ്റെ ഇടയ്ക്കുള്ള ചില മാച്ചുകളിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ചില മാച്ചുകളിൽ അദ്ദേഹവും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പ്ലെയറിന് മാത്രം ക്രെഡിറ്റ് കൊടുക്കാൻ പാടില്ല എന്ന്. ഗൗതം ഗംഭീർ റൺസ് എടുത്തിരുന്നു, യുവരാജ് സിംഗ് റൺസ് എടുത്തിരുന്നു. നാളെ ആരെങ്കിലും യുവരാജ് സിംഗ് കാരണമാണ് വേൾഡ് കപ്പ് ജയിച്ചതെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? ആ ടീമിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസും ഉണ്ടായിരുന്നു. അദ്ദേഹം മാൻ ഓഫ് ദി ടൂർണമെന്റ് കൂടിയായിരുന്നു. പ്ലേയേഴ്സിനേക്കാൾ കുറച്ചുകൂടി ക്രെഡിറ്റ് കിട്ടേണ്ടത്. അപ്പൊ തോറ്റാലും അതിന്റെ കുറ്റം അദ്ദേഹത്തിൽ തന്നെയല്ലേ പോയി ചേരേണ്ടത്? സാർ, ഇന്നൊരു പക്ഷേ ഇന്ത്യൻ ടീം ഏതെങ്കിലും മാച്ച് തോൽക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലിയാണോ ക്വസ്റ്റ്യൻ ചെയ്യുക, അതല്ല പ്ലേയേഴ്സിനാണോ ക്വസ്റ്റ്യൻ ചെയ്യുക? ആ ബ്ലെയിമും അദ്ദേഹത്തിന് തന്നെ കൊടുക്കണമല്ലോ. ക്യാപ്റ്റനാണ് തോൽവിക്കും കാരണം, ക്യാപ്റ്റനാണ് ജയത്തിൻ്റെയും കാരണം. അത് തെറ്റാണ്. ക്യാപ്റ്റൻ മാത്രമല്ല അതിൻ്റെ ക്രെഡിറ്റിന് അവകാശി. പാവം, അദ്ദേഹം എപ്പോഴും ശ്രമിക്കാറുണ്ട് എങ്ങനെയെങ്കിലും എല്ലാവരെയും ഒന്നിപ്പിച്ച് നല്ലോണം കളിക്കണമെന്ന്, പോസിറ്റീവ് ക്രിക്കറ്റ് കളിക്കണമെന്ന്, അതുപോലെ നമ്മളെ ജയിപ്പിക്കണമെന്നും ചിന്തിക്കും. അദ്ദേഹത്തിനെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഓസ്ട്രേലിയൻ ന്യൂസ് പേപ്പറിൽ പോലും ഈ കാര്യമാണ്. താങ്കൾ അദ്ദേഹത്തോടൊപ്പം കളിക്കുന്ന സമയത്ത് ഓസ്ട്രേലിയൻ ന്യൂസ് പേപ്പർ എന്തെഴുതിയെന്ന് വെച്ചാൽ, സേവാങ് ഒരു സെപ്പറേറ്റ് ക്യാമ്പ് തയ്യാറാക്കി, ഗൗതം ഗംഭീർ, സഹീർ ഖാൻ, യുവരാജ് സിംഗ് എല്ലാവരും ധോണിക്കെതിരായിട്ട് ഒന്നിച്ചു ചേർന്നു എന്ന്. സാർ, ഓസ്ട്രേലിയൻ ടൂറിന് എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും കൂടെ വന്നിരുന്നു. പിന്നെ നിങ്ങൾ സഹീർ ഖാനെ പറ്റിയും യുവരാജ് സിംഗിനെ പറ്റിയും പറഞ്ഞു. അവർ രണ്ടുപേരും MS ധോണിയുടെ കൂടെയാണ് ഗോ കാർട്ടിങ്ങിന് ഒന്നിച്ച് പോയത്, വണ്ടി ഓടിച്ചുകൊണ്ട്. പിന്നെ അവരെങ്ങനെയാണ് എൻ്റെ കൂടെ ഉണ്ടാവുക? സോ ഈ ഗ്രൂപ്പിസത്തെ പറ്റിയൊക്കെ ന്യൂസ് പേപ്പറുകാർ വെറുതെ എഴുതി വിടുന്നതാണെന്നേ. ഇതൊക്കെ ചാനലുകാരുടെ TRP കൂട്ടാൻ വേണ്ടി മാത്രം എഴുതുന്നതാണെന്നേ. പിന്നെ ഒരുപക്ഷേ ടീം ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഏതെങ്കിലും പ്ലെയർ വന്നില്ലെങ്കിൽ അപ്പോൾ പറയാം ഈ പ്ലെയർ ക്യാപ്റ്റൻ അഗെയിൻസ്റ്റ് ആണെന്ന്, അല്ലെങ്കിൽ ടീം മാനേജ്മെൻറ്റിന് അഗെയിൻസ്റ്റ് ആണെന്ന്, അതുകൊണ്ടാണ് വരാത്തത് എന്ന്. പക്ഷേ അവരൊന്നും നമ്മുടെ ഫാമിലിയെ പറ്റിയോ കുട്ടികളെ പറ്റിയോ അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെ പറ്റിയോ ഒന്നും ചിന്തിക്കാറില്ല. പിന്നെ ആ ഗോ കാർട്ടിങ്ങിന് പോയാൽ എനിക്ക് എന്താണ് കിട്ടുക? അഥവാ ഞാൻ അവിടെ പോയി വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്താണ് കിട്ടുക? പിന്നെ അതിന് പോകാത്തത് ഞാൻ മാത്രമൊന്നുമല്ല, വേറെ ചില പ്ലേയേഴ്സും പോയില്ല. കാരണം അതൊരു ഓപ്ഷണൽ ആക്ടിവിറ്റി ആയിരുന്നു. പിന്നെ ആ ന്യൂസ് ഏതോ ഒരു ഇന്ത്യൻ റിപ്പോർട്ടറാണ് പറഞ്ഞിരിക്കുന്നത് ഓസ്ട്രേലിയൻ റിപ്പോർട്ടറോട്, അതായത് ഇന്ത്യൻ ടീമിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന്. സോ ഈ ന്യൂസ് അവർ ഓസ്ട്രേലിയക്കാർ അവരുടെ ന്യൂസ് പേപ്പറിൽ പ്രിന്റ് ചെയ്തു. ബട്ട് ആക്ച്വലി അന്ന് നടന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇന്ത്യൻ റിപ്പോർട്ടറാണ് ഓസ്ട്രേലിയൻ റിപ്പോർട്ടറോട് ഈ ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞതും അവരെ കൊണ്ട് പ്രിന്റ് ചെയ്യിപ്പിച്ചതും. അപ്പോൾ റിപ്പോർട്ടറിന്റെ ചെവിക്ക് പിടിച്ച് തിരിച്ചോ? ഇല്ല, അങ്ങനെ ചെയ്തില്ല. പക്ഷെ അതിനുശേഷം ഇന്റർവ്യൂ കൊടുക്കുന്നത് നിർത്തി. ഇതിന്റെ കാരണം എന്താണ്? T20 വേൾഡ് കപ്പിൽ ധോണി ഓസ്ട്രേലിയക്കെതിരായിട്ട് നടന്ന മാച്ചിൽ ധോണി വീരേന്ദ്ര സെവാങ്ങിന് പകരം ഓപ്പണറായിട്ട് യൂസഫ് പത്താനെയാണ് ഇറക്കിയത്. സർ, വീരേന്ദ്ര സെവാഗ് ഇഞ്ചേർഡ് ആയിരുന്നു, അതുകൊണ്ടാണെന്ന് മാറ്റിയത്. ജനങ്ങൾ പറയുന്നത് ധോണി ഇഞ്ചേർഡ് എന്ന് പറഞ്ഞു, സേവാങ് അല്ലെന്ന് പറയുന്നതാണ്. അല്ല സർ, സെവാഗ് ഇഞ്ചേർഡ് ആയതുകൊണ്ടാണെന്ന് കളിക്കാൻ പറ്റാഞ്ഞത്. ഒരുപക്ഷെ എൻ്റെ പെർഫോമൻസ് ഇല്ലായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഞാൻ പെർഫോം ചെയ്തില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരുപാട് തവണ നടന്നിട്ടുണ്ട്. 2007 വൺ ഡേ സീരീസിൽ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ അനിൽ കുംബ്ലെ എന്നെ ടെസ്റ്റ് ടീമിലേക്ക് തിരികെ എടുത്തു വിത്തൗട്ട് എനി പെർഫോമൻസ്. പിന്നെ ഞാൻ അവിടെ 150 റൺസ് അടിച്ചു. പിന്നെ നെക്സ്റ്റ് വൺ ഡേ സീരീസ് സ്റ്റാർട്ടായപ്പോൾ ഫസ്റ്റ് 4 മാച്ചുകളിൽ എനിക്ക് തീരെ റൺസ് എടുക്കാൻ കഴിഞ്ഞില്ല. 15-20 റൺസൊക്കെ ഞാൻ എടുത്തുള്ളൂ. MS ധോണി എന്നെ പ്ലേയിങ് 11-ൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് പകരം റോബിൻ ഉത്തപ്പയെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിച്ചു. പിന്നെ ആ സീരീസ് ഞങ്ങൾ ജയിച്ചു. പക്ഷേ വീരേന്ദ്ര സെവാഗ് പ്ലേയിങ് 11-ൽ നിന്ന് ഡ്രോപ്പ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് തവണ ചെയ്തതുപോലെ ധോണി എപ്പോഴെങ്കിലും താങ്കളോട് ചെയ്തിട്ടുണ്ടോ? അതായത് താങ്കൾ ആ 25 ടീമിൽ പോലും ഇല്ലായിരുന്നു. അതെ, 25 പ്രോബബ്ലി അതിലും ഇല്ലായിരുന്നു. അതുകൊണ്ട് അതെ, ഓസ്ട്രേലിയയിൽ താങ്കൾ കട്ട് ഷോട്ട് കളിക്കുന്നത് കൊണ്ട് സെലക്ട് ചെയ്തെന്നും. അതെ സർ, തീർച്ചയായും. എന്നെ 4 മാച്ചുകളിൽ നിന്ന് പ്ലേയിങ് 11-ൽ നിന്ന് അദ്ദേഹം ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഏഷ്യ കപ്പിന് എന്നെ സെലക്ടേഴ്സ് വിളിച്ചു. പിന്നെ MS ധോണിയും എന്നെ വിളിച്ചു, എന്നെ ഒന്ന് പിക്ക് ചെയ്തു 2008 ഏഷ്യ കപ്പിലേക്ക്. പിന്നെ ഞാനന്ന് ഒരുപാട് റൺസ് സ്കോർ ചെയ്തു. സോ ഇങ്ങനെയൊന്നുമില്ല, അത് അവർക്കും അറിയാവുന്നതാണ് ഒരു പ്ലെയറുടെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന്. അവർ വിചാരിച്ചത് ഒരു മാച്ചിൽ സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കോൺഫിഡൻസ് കുറയുമെന്നൊക്കെയാണ്.
ഒരുപക്ഷെ അവർ ഇങ്ങനെയും ചിന്തിച്ചിരിക്കാം, ഇതുകൊണ്ടാണ് റൺസ് സ്കോർ ചെയ്യാൻ പറ്റാത്തതെന്നും അതുകൊണ്ട് എനിക്ക് ബ്രേക്ക് തന്ന് പകരം റോബിൻ ഉത്തപ്പയെ ഓപ്പണിംഗ് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ ടീം അന്നത്തെ ചാമ്പ്യൻഷിപ്പ് ജയിച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതായത് ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിലേക്ക് പോയി ട്രയാങ്കുലർ ടൂർണമെന്റ് ജയിച്ചത്. അതിനു മുന്നേ ഹിസ്റ്ററിയിൽ ഞാൻ കളിച്ചിടത്തോളം കാലം അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല. ഞങ്ങൾ ഓസ്ട്രേലിയയുടെ കൂടെ വൺ ഡേ സീരീസിൽ പോലും ജയിച്ചിട്ടില്ല. 1983-84 ജയിച്ചിട്ടുണ്ടാവാം, രവിശാസ്ത്രി വേൾഡ് കപ്പ് ജയിച്ച് ഓടിക്കാർ ഓടിച്ച സമയത്ത്. സൗരവ് ഗാംഗുലി താങ്കളെ ഓപ്പണിംഗ് സ്പോട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തു, തന്റെ സ്ഥാനം നൽകിക്കൊണ്ട്. സർ, ഞാൻ ഫസ്റ്റ് ടൈം ഓപ്പണിംഗ് ചെയ്തപ്പോൾ അത് സൗരവ് ഗാംഗുലിയുടെ കൂടെയാണ് സർ ചെയ്തത്. അദ്ദേഹം എനിക്ക് സ്ഥാനം ഒഴിഞ്ഞു തന്നതല്ല. പക്ഷേ പിന്നെ തീർച്ചയായിട്ടും സച്ചിൻ തെണ്ടുൽക്കർ സാർ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനം എനിക്ക് നൽകി. അദ്ദേഹം മൂന്നാമത് ബാറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ സച്ചിന്റെ കൂടെ ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. സോ അദ്ദേഹം ഒരു ക്യാപ്റ്റൻ കൂടിയായിരുന്നു. അദ്ദേഹം ഇങ്ങനെയും ചിന്തിച്ചിരിക്കാം. ടീമിന്റേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടാവും, അവിടെ സീനിയേഴ്സ് പ്ലേയേഴ്സ് ഉണ്ടാവും, ആരെ ഓപ്പണിങ്ങിന് അയക്കണമെന്ന് അവർ ചിന്തിക്കും, ആർക്കത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കും. ഒരുപക്ഷെ അപ്പോഴായിരിക്കും അവർ തീരുമാനിച്ചിട്ടുണ്ടാവുക സേവാഗിനെയും സച്ചിനെയും അയക്കാമെന്ന്. സൗരവ് ഗാംഗുലി അന്ന് മൂന്നാമതാണ് കളിച്ചത്. ഇത് ക്യാപ്റ്റന്റെ ഒരു നല്ല സ്വഭാവമാണ്. അദ്ദേഹം ടീമിനെ പറ്റിയാണ് ആദ്യം ചിന്തിക്കുന്നത്, അദ്ദേഹത്തെ പറ്റി പിന്നെയാണ് ചിന്തിക്കുക. ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം സൗരവ് ഗാംഗുലി താങ്കൾക്ക് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. രാഹുൽ ദ്രാവിഡ് താങ്കൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ കുംബ്ലെ താങ്കൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുപോലെ ധോണി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് സർ. ഒരു തവണയല്ല, ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു തവണ ന്യൂസിലാൻഡ് ടൂർ പോയ സമയത്ത് ഞാൻ ഏത് പാട്ടാണോ പാടുന്നത് ആ പാട്ട് തന്നെ ഡ്രസ്സിംഗ് റൂമിലും പ്ലേ ചെയ്യണം എന്ന് MS ധോണി എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ ആ പാട്ട് അവർ പ്ലേ ചെയ്തു. അദ്ദേഹം ഓഫ് ദ ഫീൽഡ് ആയാലും ഓൺ ദ ഫീൽഡ് ആയാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹം എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്നു, സീനിയേഴ്സ് പ്ലേയേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നു. ഇത് ഒരു ബില്യണിലും അധികം ജനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ ടീമാണ്. നിങ്ങൾ ആ ടീമിന്റെ ക്യാപ്റ്റൻ ആവുക എന്നാൽ ജനങ്ങൾ തീർച്ചയായിട്ടും അതിനെ വിമർശിക്കാനും സാധ്യതയുണ്ട്. കാരണം അവരുടെ സ്നേഹം ഏറ്റുവാങ്ങുമ്പോൾ വിമർശനങ്ങളും ഏറ്റുവാങ്ങണം. നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവർ തന്നെ നമ്മളെ ഇകഴ്ത്തി കാണിക്കും. ചില സമയത്ത് വളരെ അടുപ്പം കാണിക്കും, ചില സമയത്ത് അങ്ങനെ കാണിക്കില്ല. ഇതൊക്കെ പാർട്ട് ഓഫ് ലൈഫാണ്.